ഊട്ടിയിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്ര ഏകദേശം 150 കിലോമീറ്ററിലധികമുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഇറങ്ങി കാട് ആസ്വദിച്ചു, മഴ ആസ്വദിച്ചു, ഫോട്ടോസ് എടുത്തു. പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 10 മണിക്കൂർ എടുത്തിട്ട് പോലും അതിനുള്ള യാത്രാ ചെലവ് ഞങ്ങൾക്ക് വെറും 100 രൂപയിൽ താഴെ മാത്രം. കഴിഞ്ഞ ദിവസം ടാറ്റ ടിയാഗോ ഇലക്ട്രിക് വെഹിക്കിളുമായി ഊട്ടി വരെ ഒന്ന് പോയി വന്നു ഞങ്ങൾ. അന്തരീക്ഷ മലിനീകരണങ്ങളില്ലാതെ, ശബ്ദ മലിനീകരണമില്ലാതെ വളരെ സൈലൻ്റായി കാടിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ഈ യാത്ര വളരെ വലിയ ഒരു അനുഭവമായിരുന്നു. ഈ ഇലക്ട്രിക് വെഹിക്കിളുമായി ഒരു ദീർഘദൂര യാത്ര എങ്ങനെ എന്നുള്ളൊരു ചെറിയ പരീക്ഷണം കൂടിയായിരുന്നു ഈ യാത്ര. രാവിലെ സുബൈക്ക് ശേഷം 5:30 ഞങ്ങൾ ഇവിടുന്ന് ഊട്ടിയിലേക്ക് പുറപ്പെട്ടു. ഗൂഡല്ലൂർ എത്തുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാസ്റ്റ് ചാർജർ സംവിധാനം ഉപയോഗിച്ച് ഫുൾ ചാർജ് ചെയ്തു. എന്നിട്ട് ഗൂഡല്ലൂരിൽ നിന്ന് ഞങ്ങൾ ചുരമാർഗം ഊട്ടിയിലേക്ക് ഉള്ള ആ യാത്ര, അതിന് ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട് ഗൂഡല്ലൂരിൽ നിന്ന് ചുരത്തിലൂടെ ഊട്ടിയിലേക്ക്. ഒരു ഏകദേശം 50% ചാർജ് അതിനെടുത്തത്. കയറ്റമാണല്ലോ, ഫുള്ളായിട്ട് കയറ്റവും വളവും തിരിവുമാണ്. ഒരു 50% ചാർജ് ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിൽ ആ ചുരം കയറാൻ മാത്രം അങ്ങോട്ട് പോകുമ്പോൾ എടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജറിൽ ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം ഒരു 350 രൂപയോളം വന്നിട്ടുണ്ട്. അത് വീട്ടിൽ നിന്നാണെങ്കിൽ അതൊരു 100 രൂപയിൽ താഴെ വരുള്ളൂ ഫുൾ ചാർജ് ചെയ്യാൻ, വീട്ടിലെ കറണ്ട് ഉപയോഗിച്ച്. പുറത്തുനിന്ന് ചെയ്യുമ്പോൾ വളരെ ചാർജ് കൂടുതലാണ്, എന്നാലും വലിയ കൂടുതലെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഒരു ഏകദേശം 350-450 രൂപക്ക് ഊട്ടിയിൽ എത്താൻ സാധിക്കും. പിന്നെ തിരിച്ചു വരുന്ന കാര്യം പറഞ്ഞത്, അവിടെ ഞങ്ങളെ റിസോർട്ടിൽ EV ചാർജിങ് സംവിധാനം ഉണ്ടായിരുന്നു. സ്ലോ ചാർജറാണ്. അപ്പോൾ രാത്രി അവിടെ ഏകദേശം ഒരു 3 മണിക്കൂർ പിടിച്ചു ഫുൾ ചാർജ് ചെയ്ത്. അതിന് ഒരു പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. ഈ EV വെഹിക്കിളിന് റീജനറേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം എന്നൊരു സംവിധാനം കൂടിയുണ്ട്. അതായത് നമ്മൾ ഇറക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ, ചുരക്ക് ഇറങ്ങി വരുമ്പോൾ ഈ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കാറ് നമ്മളൊരു ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ട് ഇറങ്ങുന്ന പോലെ സ്ലോവിലേ ഇറങ്ങുള്ളൂ. പക്ഷെ അതേസമയം തന്നെ റീജനറേഷൻ സംവിധാനം വർക്ക് ചെയ്ത് അതിൻ്റെ ബാറ്ററിയിലേക്ക് ചാർജ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ആ ചുരമൊക്കെ ഇറങ്ങി ഗൂഡല്ലൂർ കഴിഞ്ഞു, നാടുകാണിച്ചുരം കഴിഞ്ഞു, ഏകദേശം വൈക്കടവ് എത്തുന്നത് വരെ ആ 100% തന്നെ ഏകദേശം ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക്, പിന്നെ നിലമ്പൂർ ഇടക്കരൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കടന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ 100%-ത്തിൽ നിന്ന് 70% കറണ്ട് മാത്രമേ ചിലവായിട്ടുള്ളൂ. സ്ലോ ചാർജിങ് സംവിധാനത്തിന് പൈസ കുറവാണ്. ഇനി വാങ്ങുകയാണെങ്കിൽ തന്നെ ഒരു 100 രൂപ അതിന് പൈസ കണക്കാക്കിയാൽ തന്നെ തിരിച്ചുള്ള ആ മടക്കയാത്രയ്ക്ക് 100 രൂപയിൽ താഴെ മാത്രമേ ചെലവ് വരികയുള്ളൂ. ഊട്ടിയിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ മറ്റു 2 ഉദ്ദേശങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന്, ഊട്ടിയിലെ ലോക പ്രസിദ്ധമായ ഊട്ടി പുഷ്പമേള സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, ഇന്ത്യയിലെ തന്നെ ആകാശ നിരീക്ഷണത്തിന് പ്രസിദ്ധമായ ആവലാഞ്ചി സന്ദർശിക്കുകയും അവിടെ ഒരു രാത്രി ചെലവഴിച്ച് നക്ഷത്ര നിരീക്ഷണം നടത്തണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അവിടെ ഈ നീലഗിരി മലനിരകളിലൊക്കെ വലിയ മഴയും കാറ്റുമായതുകൊണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും 2 ദിവസത്തേക്ക് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത് സാധിച്ചില്ല. എങ്കിലും ഞങ്ങളുടെ ഈ യാത്ര ഗംഭീരമായിരുന്നു. ഊട്ടിയിലെ നല്ല തണുത്ത കാലാവസ്ഥയും അതിമനോഹരമായ കാഴ്ചകളും ഞങ്ങളുടെ യാത്രയെ അവിസ്മരണീയമാക്കി. ഊട്ടിയിലെ റിസോർട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ചാർജിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
രാത്രി തന്നെ കാറ് ഫുൾ ചാർജ് ചെയ്തു. ഒരു ദിവസത്തെ ഊട്ടിയിലെ താമസത്തിന് ശേഷം ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. ഊട്ടിയിൽ നല്ല മഴയും കാറ്റുമായിരുന്നു. തിരികെ മലപ്പുറത്തേക്കുള്ള ഞങ്ങളുടെ യാത്ര മഴ നനഞ്ഞ റോഡുകളിലൂടെയായിരുന്നു. റോഡിലെ വെള്ളക്കെട്ടുകളിലൂടെയും കുഴികളിലൂടെയും വാഹനം സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങി. AC ഓൺ ചെയ്ത് വിൻഷീൽഡ് തെളിച്ചമുള്ളതാക്കി മഴയുടെ ശക്തി വീണ്ടും കൂടി. റോഡിൽ വെള്ളം ഒഴുകി താഴേക്ക് വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ കാറ് നിയന്ത്രണം നഷ്ടപ്പെടാതെ ഞങ്ങൾ യാത്ര തുടർന്നു. EV കാറിന്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം മഴയത്തും വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചതിനാൽ ബാറ്ററി ചാർജ് കുറയുന്നതിനെ കുറിച്ച് അധികം ആശങ്കപ്പെടാതെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സഹായിച്ചു. മഴ കാരണം വഴിയരികിലെ കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടായി. കോടമഞ്ഞും മഴത്തുള്ളികളും ചേർന്ന് പ്രകൃതിയെ കൂടുതൽ സുന്ദരമാക്കി. പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം റോഡ് തടസ്സപ്പെട്ടിരുന്നു. ചിലപ്പോഴൊക്കെ വലിയ ലോറിക്കാർ മുന്നോട്ട് വന്ന് അവരുടെ കയറെടുത്ത് മരം കെട്ടി വലിച്ച് അരികിലേക്ക് നീക്കി വാഹനം സുഗമമാക്കും. ചില സമയത്ത് ഫയർഫോഴ്സ് വന്ന് ആ തടസ്സങ്ങൾ നീക്കും. ചില സ്ഥലങ്ങളിലൊക്കെ അല്പസമയം ബ്ലോക്ക് ഉണ്ടായെങ്കിലും യാത്രയെ കാര്യമായി ബാധിച്ചില്ല. മലപ്പുറത്ത് നിന്ന് ഊട്ടിയിലേക്കും തിരിച്ചുമുള്ള ഞങ്ങളുടെ യാത്ര ടാറ്റ ടിയാഗോ ഇലക്ട്രിക് കാറിന്റെ കഴിവുകളെ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. വൈദ്യുത വാഹനത്തിന്റെ സുഗമമായ ഡ്രൈവിംഗ്, പരിസ്ഥിതി സൗഹൃദ സ്വഭാവം, മനോഹരമായ റൂട്ടിന്റെ കാഴ്ചകൾ എന്നിവ ഈ യാത്രയെ അവിസ്മരണീയമാക്കി. നല്ല മഴയത്ത് കാറ്റത്തും ഞങ്ങളുടെ ഈ മടക്കയാത്ര ഒരു വെല്ലുവിളിയായിരുന്നുവെങ്കിലും അത് ഈ യാത്രയ്ക്കൊരു സാഹസികത കൂട്ടിച്ചേർത്തു. പിന്നെ ഇലക്ട്രിക് കാറുകൾക്ക് ഒരു പ്രശ്നമില്ല എന്നൊന്നും ഇതുകൊണ്ട് അർത്ഥമില്ല കേട്ടോ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതും കൂടി പറയണല്ലോ. ഇത് ഒരു പ്രശ്നം നിലവിൽ ചാർജിങ് സ്റ്റേഷനുകൾ വേണ്ട രൂപത്തിലില്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ച സമയത്ത് വിചാരിച്ച സ്ഥലങ്ങളിൽ ചാർജിങ് സ്റ്റേഷന് അവൈലബിൾ ആയിക്കോണമെന്നില്ല. അത് വലിയൊരു പ്രയാസമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ കറണ്ട് ഇല്ലാത്ത അവസ്ഥ വരും. ഇപ്പോൾ മാളുകളിലും ഹോട്ടലുകളിലൊന്നും പ്രശ്നമില്ല. ഈ പൊതുസ്ഥലങ്ങളിലുള്ള ചാർജിങ് സ്റ്റേഷനുകൾ ഇലക്ട്രിസിറ്റി പോകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഗൂഡല്ലൂരിൽ അങ്ങനെ ഉണ്ടായി. അവിടെ കാറ്റും മഴയും കാരണം കറണ്ട് പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി കുറേ സമയം അവിടെ അങ്ങനെ ചിലവഴിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, അതിന് വില കുറച്ച് കൂടുതലാണെന്നുള്ള. മറ്റു കാറുകളെ അപേക്ഷിച്ച് കുറച്ച് വില കൂടിയിട്ടാണ് നിൽക്കുന്നത്. അത് ബാറ്ററിയുടെ വില കൂടുതലാണ് അതിൻ്റെ കാരണം. അപ്പോൾ ബാറ്ററി ഒന്നും കൂടി ചീപ്പാവാനുണ്ട്. മാറ്റങ്ങളൊക്കെ വരും, ഉടനെ തന്നെ മാറ്റങ്ങളൊക്കെ വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.